കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപ് വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. മാന്യപ്രേക്ഷകരെ വലിയ നമസ്കാരം. നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് സർ, കേരളത്തിന്റെ പൊതുകടം ഇങ്ങനെ കൂടി വരുന്നു. അതല്ലെങ്കിൽ ഓരോ മനുഷ്യൻ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ തലയെണ്ണി പോലും ഈ നാട്ടിൽ കടമെടുത്തുകൊണ്ട്, എന്നാൽ അതിനെക്കുറിച്ച് ഇവിടുത്തെ സ്വന്തം ഈ പ്രബുദ്ധൻ എന്ന് സ്വന്തം പേരിട്ട് നടക്കുന്ന മലയാളി ബോധവാനല്ല എന്നുള്ളതും, എന്നാൽ ഈ അടുത്ത നാളിലൊക്കെ നമ്മൾ കണ്ടതാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല, അങ്ങനെ ഒട്ടേറെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകുത്തി വീഴുന്നു. അപ്പോഴും ക്യാപ്സൂളുകൾ വിഴുങ്ങിക്കൊണ്ട് ഇവിടുത്തെ സഖാക്കന്മാർ ഈ AKG സെന്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന അതിവിടത്തെ വിഴുങ്ങി ജീവിക്കുന്ന ഇവിടത്തെ ഈ പ്രബുദ്ധ കേരള ജനത എങ്ങോട്ടാണ് സർ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിലും ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ മറ്റൊരു സംസ്ഥാനമുണ്ടോ? എങ്ങനെയാണ് സർ ഇതിന്റെ ഒരു അവസ്ഥ ഇപ്പോഴിരിക്കുന്നത്? നമ്മൾ ഈ അവസ്ഥയെ മറക്കാൻ ഒരു കാരണമുണ്ട്. മലയാളിയുടെ മുന്നിൽ നിന്ന് ഇത് വ്യക്തമായി മറച്ചു പിടിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് തന്ത്രം കോൺഗ്രസ്സുകാരും ഒരു പരിധിവരെ BJPക്കാർ പോലും അറിയാതെ അംഗീകരിച്ചു പോയ ഒരു വലിയ കാപട്യമാണ്. ഈ വിഷയം മറ്റാരും തന്നെ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട് എല്ലാ ചർച്ചകളിലും, പത്രവാർത്തകളിലും, അതുപോലെ ലേഖനങ്ങളിലും എല്ലാവരും എഴുതുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ആകെ സമ്പത്ത്, ആകെ ജനസംഖ്യയുടെ 1-2% കയ്യിൽ കൂടി ഇങ്ങനെ കുന്നുകൂട്ടി വച്ചിരിക്കുന്നു. ബാക്കി 98% പേരും ദരിദ്രരായി കഴിയും. അപ്പോൾ ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ 90-98% അല്ലെ 95% ജനസംഖ്യയുടെ കേവലം 1-2% പേരുടെ കയ്യിലേക്ക് കുന്നുകൂടുന്നു. മുതലാളിത്തം തഴച്ചു വളരുന്നു. തൊഴിലാളികൾ, പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായി, ദരിദ്രർ വീണ്ടും ദരിദ്രരായി മാറുന്നു. ഇത് പറയുമ്പോൾ ആരും മറുപടി പറയാറില്ല, ആരും അത് എതിർക്കാറുമില്ല. ശരിയായിരിക്കും എന്ന് കരുതി എല്ലാവരും തലയാട്ടും. എന്നാൽ കേരളത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ ആകെ സമ്പത്ത് എവിടെ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു? ആരുടെ കയ്യിലാണ്? അവരുടെ ശതമാനം എത്രയാണ്? ഇത് ആരും മിണ്ടുന്നില്ല. ഇതിന്റെ പിറകിൽ ഒരു വലിയ തന്ത്രമുണ്ട്. അതായത് ഈ കൺകെട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുക, പുകമറ സൃഷ്ടിക്കുക എന്നൊക്കെ ആലങ്കാരികമായി നമ്മൾ പറയുന്നത് കണക്കുകളിലൂടെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ, അതില് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 82.29% പണവും കേരളം ചെലവഴിക്കുന്നത് ശമ്പളം, പെൻഷൻ എന്നിവ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഞാൻ വെറുതെ ആരോപിക്കുന്ന കാര്യമല്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ഈ 2024 ഫെബ്രുവരി മാസം 16-ാം തീയതി രാവിലെ 7:12 കേരള നിയമസഭയിൽ സമർപ്പിച്ചു. ആ വസ്തുത ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ബാക്കി ഒരു പത്രത്തിലും ഇത് വന്ന് കണ്ടിട്ടില്ല എന്ന് കരുതി ആ വസ്തുതയാവാതാവുന്നില്ല. ഞാനിത് കൃത്യം പറയുന്നത്, ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ഫെബ്രുവരി 16, 2014 രാവിലെ 7:12 വ്യാഴാഴ്ച രാവിലെ 7:12 കേരള നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് പറയുന്നത്, റവന്യൂ വരുമാനം, അതായത് നികുതിയിലൂടെ സംസ്ഥാന ഖജനാവിലേക്ക് വരുന്ന ഓരോ 100 രൂപയിലും 82 രൂപ 29 പൈസ ശമ്പളത്തിനും പെൻഷനും വേണ്ടി കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട്
ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന്റെ കണക്കും കൂടി CAG പറയുകയാണ്. ആ കണക്ക് അതിനേക്കാൾ ഭീകരമാണ്. അതായത് ശമ്പളത്തിനും പെൻഷനും വേണ്ടി കേരള സംസ്ഥാന സർക്കാർ ഒരു വർഷം ചെലവാക്കിയ തുക 72,678 കോടി 77 ലക്ഷം. ഇത് പറയുമ്പോ നമ്മൾ ഓർക്കും ബാക്കിയെല്ലാം എടുത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന്. സത്യത്തിൽ വരവ് എത്രയാണ്? സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം അതേ വർഷം 68,803 കോടി 3 ലക്ഷം എന്ന് പറയുമ്പോൾ അത് കൂടാതെ പിന്നെ ഒരു 14 കോടിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശമ്പളം കൊടുക്കാൻ തികയുള്ളൂ. അതായത് വരുമാനം 68,803 കോടി, ചെലവ് 72,678 കോടി. ഈ ചെലവെന്ന് പറയുന്നത് ഏതിനാണ്? ശമ്പളവും പെൻഷനും മാത്രം. ഈ ശമ്പളം പെൻഷൻ എന്ന രണ്ട് വാക്കിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് സാമ്പത്തിക ശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കുക. ഇതും മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണ്. ശമ്പളം എന്നൊരു പേര്, പെൻഷൻ എന്ന് വേറൊരു പേര്. സത്യത്തിൽ ഇത് രണ്ടും ഒന്നല്ലേ? അതായത് റിട്ടയർമെന്റ് പറയുന്ന ഡേറ്റ് വരെ മേടിക്കുന്ന പൈസ ശമ്പളമാണ്. റിട്ടയർമെന്റ് കഴിഞ്ഞ് മരണം വരെ മേടിക്കുന്ന പൈസ പെൻഷനാണ്. അപ്പോൾ ധാരാളം ആൾക്കാർ തിരിച്ചിരിക്കുന്നത് ശമ്പളത്തെക്കാൾ കുറവാണ് പെൻഷൻ എന്നാണ്. അല്ല, ശമ്പളത്തെക്കാൾ കൂടുതലാണ് പെൻഷൻ. ഒരാൾ ശമ്പളം വാങ്ങിച്ച് പെൻഷൻ ആവുന്നു. പെൻഷന്റെ കാലത്ത് മുതൽ ഇയാളുടെ പെൻഷൻ വിഹിതം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും കുറഞ്ഞാൽ 12 വർഷം കഴിയുമ്പം ശമ്പളത്തിന്റെ ഇരട്ടിയാവുന്നു പെൻഷൻ. 12 വർഷം കഴിയും. ഇനി കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു കണക്ക് കൂടി കേട്ടു. അതൊരു ഗംഭീര സംഭവമാണ്. ഈ മുസ്ലിങ്ങൾ എന്തിനാ 4 പെണ്ണ് കെട്ടുന്നത്? അതിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. ഞാനോർത്ത് വേറെന്തോ ശാസ്ത്രം വെച്ചിട്ടായിരിക്കും ഈ 4 പെണ്ണ് കെട്ടുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല അതൊക്കെ ഉണ്ട്, പക്ഷെ സാമ്പത്തിക ശാസ്ത്രം കേട്ടാ നിങ്ങൾ ഞെട്ടുമെന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കട്ടെ. അപ്പൊ ഇയാള് പറയാ, ഒരാള് പെൻഷൻ ആകുന്നത് 55, 58 കൂടി വന്ന 60-ാമത്തെ വയസ്സിൽ പെൻഷൻ ആവും. അങ്ങനെ 60-ാമത്തെ വയസ്സിൽ പെൻഷൻ ആവുമ്പോൾ ഇയാൾക്ക് 4 ഭാര്യമാരുണ്ടെന്നിരിക്കട്ടെ. ഏറ്റവും മൂത്ത ഭാര്യയ്ക്ക് 50 വയസ്സ്, രണ്ടാമത്തെ ഭാര്യയ്ക്ക് 40 വയസ്സ്, മൂന്നാമത്തെ ഭാര്യയ്ക്ക് 30 വയസ്സ്, നാലാമത്തെ ഭാര്യയ്ക്ക് 20 വയസ്സ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 60 വയസ്സിൽ 20 വയസ്സുള്ള ആളിനെ ഭാര്യയായിട്ട് കിട്ടുമോ? കിട്ടും ചേട്ടാ. അതെങ്ങനെയാ? അതിനാണ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. ഞാൻ പറഞ്ഞു അത് പഠിച്ചിട്ടില്ല, അതാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം. അപ്പോ ഞാൻ ചോദിച്ചു ഇതൊന്നും മനസ്സിലാവുന്ന ഭാഷയെ പറ. അപ്പൊ ഇയാൾ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞതാണ് 60 വയസ്സുള്ള ആൾ പെൻഷൻ ആവുന്നു. അയാൾ ഒരുവിധം കൊള്ളാവുന്ന ഉദ്യോഗമാണ്. 1 ലക്ഷം രൂപ പെൻഷനുണ്ട്. ഈ 1 ലക്ഷം രൂപ പെൻഷൻ ഉള്ളത് 4 ഭാര്യമാർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. ഇയാൾ മരിച്ചാൽ ഇയാളൊരു 65-ാമത്തെ അല്ലെ 70-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. അപ്പോഴത്തേക്കും പെൻഷൻ കൂടി വരും. ഇയാളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ആർക്കാ അവകാശം? ഭാര്യയ്ക്കാണ്. ഭാര്യ എത്ര? 4 ഭാര്യ. അപ്പൊ 4 ഭാര്യയ്ക്കും തുല്യമായിട്ട് വീതിച്ചു. ഓരോ ഭാര്യയ്ക്ക് 25,000 രൂപ വെച്ച് കിട്ടി. 1 ലക്ഷം രൂപ പെൻഷൻ. അങ്ങനെ ഇരിക്കെ മൂത്ത ഭാര്യ 50 വയസ്സുണ്ടായിരുന്ന ഭാര്യ 60-ഓ 70-ഓ വയസ്സുള്ളപ്പോൾ മരിക്കുന്നു. അപ്പോഴും പെൻഷൻ എന്താവും? ബാക്കി 3 ഭാര്യമാർക്ക് തുല്യമായിട്ട് വീതിക്കും. അപ്പൊ ഒരാൾക്ക് എത്ര വീതം കിട്ടി? ഒരു 35,000 രൂപ വീതം കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത ഭാര്യ മരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഒരു 10-ഓ 20-ഓ കൊല്ലത്തിനിടയ്ക്ക് മരിച്ച് ലാസ്റ്റ് 20 വയസ്സുള്ള ഭാര്യയുടെ കയ്യിൽ ഈ പെൻഷൻ മൊത്തമായിട്ടും കിട്ടുകയാണ്. ഇയാൾ മരിച്ചപ്പോൾ അയാൾക്ക് എത്ര പെൻഷൻ ഉണ്ടായിരുന്നോ അത് 4-ാമത്തെ ചെറുപ്പക്കാരി ഭാര്യയ്ക്ക് കിട്ടുകയാണ്. അപ്പോഴേക്കും ഇയാൾ മരിച്ച 1/2 നൂറ്റാണ്ടോ 3/4 നൂറ്റാണ്ടോ ആയിട്ടുണ്ടാവും. നോക്കണം, ആള് മരിച്ചു കഴിഞ്ഞാൽ 1 നൂറ്റാണ്ട് കാലം കൂടി 4 ഭാര്യമാർക്ക് പെൻഷൻ മേടിക്കാവുന്ന നിയമം ഈ സംസ്ഥാനത്തുണ്ട്. അതിനാണ് ഈ 4 ഭാര്യമാരെ കിട്ടുന്നതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന്. ഞാനോർത്ത് ഇത് ദാമ്പത്യ ശാസ്ത്രമാണെന്നാ ധരിച്ചത്. അതിന്റെ പുറകിൽ ഇത്രയും വലിയൊരു ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനിത് പറയുമ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നും, പക്ഷെ സത്യമാണ്. അതുകൊണ്ടല്ല കേരള ഗവൺമെന്റ് തകരുന്നത്. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാങ്ങിക്കുന്ന നികുതി കൊണ്ട് പെൻഷനും ശമ്പളവും കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇത് കൊടുക്കും? കടമെടുക്കും. അങ്ങനെ കടമെടുത്തു കഴിയുമ്പോൾ ആ കടത്തിന്റെ പലിശ പിന്നെ കൊടുക്കണം. ഈ പലിശ കൊടുക്കാൻ പിന്നെ എന്ത് ചെയ്യും? അതിന് വീണ്ടും കടമെടുക്കും.
ഇങ്ങനെ കടമെടുത്ത് കേരളത്തിലെ ജനസംഖ്യയുടെ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു വ്യക്തി ഏതാണ്ട് 1.5 ലക്ഷം രൂപ കടത്തിലാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ 1.5 ലക്ഷം രൂപ കടത്തിലാണ് കേരളത്തിലേക്ക് ജനിക്കുന്നത്. ആളോഹരി കടം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഈ റവന്യൂ വരുമാനത്തിന്റെ 82.29% എന്ന് പറയുമ്പോൾ ബാക്കി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതായത് കേരള സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് കേരളത്തിലെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 25.73%. ഇതെല്ലാം ഞാൻ CAG റിപ്പോർട്ടിൽ നിന്നുള്ള കണക്കാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിന് കേരളത്തിൽ ആകെ കിട്ടുന്നതിന്റെ 25% കേന്ദ്രവും കൂടി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ നികുതി വരുമാനത്തിനേക്കാൾ കൂടുതൽ 14 കോടി കൂടുതൽ 14,000 കോടി 14,000 കോടി കൂടുതൽ ശമ്പളത്തിനും പെൻഷനും കൊടുത്തിട്ട് പോലും കേരളം തകർന്നു പോകാതെ നിൽക്കുന്നത് 25% കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടുന്നത് കൊണ്ടാണ്. ഇനി 2021 ഏപ്രിൽ മാസത്തിൽ നടപ്പിലാക്കിയ വേറൊരു തട്ടിപ്പ് വാക്കാണ് ശമ്പള പരിഷ്കരണം. എന്തിനാണ് ഈ പരിഷ്കരണം എന്ന് വാക്കുകൊണ്ടിരുന്നത്? ശമ്പളം കൂട്ടി എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അത് പറയല. ശമ്പളം കൂട്ടി എന്നല്ല, ശമ്പള വർധനമെന്ന് പറയല, ശമ്പള പരിഷ്കരണം. അത് കേൾക്കുമ്പം നല്ല മനോഹരമായ ഒരു വാക്ക്, ശമ്പള പരിഷ്കരണം. പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ തലക്കിട്ട് പൂച്ചട്ടി വെച്ച് അടിച്ചു വീഴിച്ചപ്പം എന്നതാ പറഞ്ഞത്? ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമാണ് ശമ്പള പരിഷ്കരണം. ബാക്കി ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും 10 കൊല്ലം കൂടുമ്പോൾ ശമ്പളം കൂട്ടുമ്പോൾ കേരളത്തിൽ മാത്രം ഓരോ 5 വർഷം കൂടുമ്പോഴും ശമ്പളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മലയാളി മനസ്സിലാക്കാത്ത മറ്റൊരു വിഷയമാണ്. ബാക്കി എല്ലായിടത്തും 10 വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നത്, പെൻഷൻ കൂട്ടുന്നത്. ഇവിടെ 5 വർഷം കൂടുമ്പോഴാണ് കൂട്ടുന്നത്. അങ്ങനെ 2021 ഏപ്രിൽ മാസത്തിൽ നടപ്പാക്കിയ ശമ്പളം വർധനവിന്റെ ഫലമായി ശമ്പളം വർദ്ധിച്ചത് എത്രയാണെന്നറിയാമോ? CAG റിപ്പോർട്ട് പറയുന്നു 59.14%. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60% ശമ്പളം കൂട്ടുക ചെയ്ത് ഒരൊറ്റ അടിക്ക് അങ്ങ് കൂട്ടി. അപ്പൊ ശമ്പളം മാത്രമല്ല കൂട്ടിയത്, ശമ്പളം കൂട്ടുന്നതനുസരിച്ച് ആനുപാതികമായി പെൻഷന്റെ വർധനവുണ്ടാവും. 42% പെൻഷനും കൂടെ കൂടി. അങ്ങനെ 42% പെൻഷനും 59.14% ശമ്പളവും 2021 ഏപ്രിൽ മാസത്തിൽ കൂട്ടി. അതെന്താ അങ്ങനെ ഒരു ഡേറ്റ്? കാരണം 2021 മെയ് മാസത്തിലെ ഇലക്ഷൻ ആയിരുന്നു, അസംബ്ലി ഇലക്ഷൻ. അപ്പൊ ആ അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവരെ ഒന്ന് സൂപ്പിച്ചതാണ്. ആ സൂപ്പിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ ഖജനാവിനുണ്ടായ അധിക ബാധ്യത എന്ന് പറയുന്നത് 59% ശമ്പള വർധനവും 42% പെൻഷൻ വർധനവും കൂടെ വരുമ്പോൾ എത്ര വർധനവ് വന്നു? സാമ്പത്തികമായിട്ട് 92% വർധനവ് വന്നു. നേരെ ഇരട്ടിയായി. ശമ്പള പെൻഷൻ ചെലവ് നേരെ ഇരട്ടിയായി. ഇതാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരാൻ കാരണം. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കേരള സംസ്ഥാനത്തിന്റെ ആകെ സാമ്പത്തിക വരുമാനത്തിന്റെ 82.29% പോകുന്നത് 5,40,000 സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലേക്കാണ്. ഈ 5,40,000 സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് കേരള ജനസംഖ്യയുടെ 1.62% എന്ന് പറഞ്ഞാൽ 1.5%. അപ്പോൾ 100% ആൾക്കാർ നികുതി കൊടുക്കുന്നു. അതിന്റെ 82.29% കേവലം 1.5% സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്നു. ഇതല്ലേ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ? അപ്പോൾ നമുക്ക് സമയക്കുറവ് കൊണ്ട് ബാക്കി ഞാൻ വലിയ കണക്കൊന്നും പറയുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഇതേ കണക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടില് ഒരു വർഷം അവിടെ കൊടുക്കുന്ന ചെലവ്, അതായത് ശമ്പളത്തിന് കൊടുക്കുന്നത് 28%. കേരളത്തിലോ നേരെ തിരിച്ചിട്ടാൽ 28 നേരെ മറിച്ചിട്ടാൽ 82. തമിഴ്നാട്ടിൽ ആകെ വരുമാനത്തിന്റെ 28% ശമ്പളത്തിന് കൊടുക്കുമ്പോൾ കേരളത്തിൽ 82% കൊടുക്കുന്നത്. അവിടുത്തെ ഒരു വർഷത്തെ റവന്യൂ വരുമാനം 2,99,080 കോടി രൂപയാണ്. അത്രയും വരുമാനം തമിഴ്നാട്ടിൽ റവന്യൂ വരുമാനം വരുമ്പോൾ അവിടെ
സാലറിക്ക് വേണ്ടി ചെലവാകുന്നത് 84,932 കോടി, പെൻഷന് വേണ്ടി ചെലവാകുന്നത് 37,663 കോടി, ഇതിനു വേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് അതായത് പലിശയ്ക്ക് വേണ്ടി ചെലവാകുന്നത് 63,722 കോടി. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 1,86,317 കോടി. ആകെ വരവിൽ നിന്ന് ഈ ചെലവ് കുറച്ചാൽ വികസന പ്രവർത്തനത്തിന് തമിഴ്നാട്ടിൽ മിച്ചം വരുന്ന തുക 1,12,693 കോടി. തൊട്ടടുത്ത സംസ്ഥാനം. അപ്പോഴാണ് കേരളത്തിൽ ഈ നികുതി പിരിക്കുന്ന പണം മുഴുവൻ കൊടുത്താലും പെൻഷനും ശമ്പളത്തിനും തികയാതെ കടം മേടിച്ച് ബാക്കി കാര്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. അതായത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പൈസ പോലും ഇല്ല എന്നല്ല, ബാക്കി തുക കൂടി കടം മേടിച്ചിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, നമ്മുടെ റോഡൊക്കെ ടാർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ കലുങ്ക് പണിയുന്നുണ്ടല്ലോ, നമുക്ക് സ്കൂളുകൾക്കും ആശുപത്രികൾക്കും വേണ്ടി പുതിയ കെട്ടിടം പണിയുന്നുണ്ടല്ലോ, ഇവിടെയുള്ളവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, മറ്റു ചെലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇത് നടക്കുന്നത് കേന്ദ്ര പദ്ധതികളിലൂടെയാണ്. അതായത് കേന്ദ്രം ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി പണം അനുവദിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുന്ന ഈ 6 വരി പാത, നാഷണൽ ഹൈവേ ഇത് മാത്രമാണ്? അല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ആറുകളും തോടുകളും കുളങ്ങളും വൃത്തിയാക്കാൻ കേന്ദ്രം പണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ മുഴുവൻ ചെലവിന് വേണ്ടി കേന്ദ്രം പണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകൾ നവീകരിക്കാൻ വേണ്ടി കേന്ദ്രം പണം കൊടുക്കുന്നുണ്ട്. എന്തിനേറെ, നമ്മുടെ റോഡുകളുടെ ഗട്ടർ അടയ്ക്കാൻ 504 കോടി രൂപ ഗട്ടർ അടയ്ക്കാൻ, കുഴി നികത്താൻ കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിലെ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി കൊടുക്കുന്നു. അപ്പൊ സംസ്ഥാനത്ത് കിട്ടുന്ന മുഴുവൻ തുകയും കൊടുത്താലും ശമ്പളവും പെൻഷനും കൊടുത്തു തീരുകയില്ലാത്ത കേരള സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഇവിടുത്തെ പൊതുമരാമത്ത് സകല പരിപാടികളും നടത്തിക്കൊണ്ടുപോയി. എന്നിട്ടും തികയാതെ വരുമ്പോഴാണ് വീണ്ടും കേന്ദ്ര സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടുന്നത്. അപ്പോൾ പരമദരിദ്രമായ ഒരു സംസ്ഥാനം. ഞാൻ ഈ കണക്കുകൾ പരിശോധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പള ചെലവുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്, നമ്പർ 1. അതായത് ഞാൻ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്കും പണം ആവശ്യമായി വരുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരള സംസ്ഥാനം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് എപ്രകാരം കൈകാര്യം ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ കണക്കുകളിലൂടെ അവതരിപ്പിച്ചത്. കണക്കുകൾ എത്ര വേണമെങ്കിലും ഇനി പറയാനുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ ബോറടിക്കും, അത്രേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യമാണ് മലയാളി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ നിസ്സഹായരായി പോകുന്ന ചില കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ലീവ് സറണ്ടർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. 12 മാസം ജോലി ചെയ്യണ്ട, 11 മാസം ജോലി ചെയ്യുന്നു. 1 മാസം ജോലി ചെയ്തതായി കണക്കാക്കി ലീവ് സറണ്ടർ ചെയ്ത് പൈസ ഇങ്ങോട്ട് മേടിക്കുന്നു. അതായത് 12 മാസം ജോലി ചെയ്താൽ 13 മാസത്തെ ശമ്പളം കിട്ടും. അതാണ് കേരളം. ഇതൊക്കെ എത്ര വലിയ സാമ്പത്തിക അനാചാരവും ദുരാചാരവുമാണെന്നുള്ളത് മലയാളികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്ത് പറ്റി? പണമില്ല. കഴിഞ്ഞ 5 കൊല്ലമായി ഈ ലീവ് സറണ്ടർ കൊടുത്തിട്ടില്ല. അത് അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ഉണ്ട്, പിന്നെ തരും, കോഴിക്ക് മുല വരുന്ന പോലെ പിന്നെ തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് DA കുടിശ്ശിക. ഇപ്പൊ 19% DA കുടിശ്ശിക കൊടുക്കാനുണ്ട്, വർഷങ്ങളായിട്ട് അത് കൊടുത്തിട്ടില്ല. ഇത് എന്താണ് ഈ DA കുടിശ്ശിക എന്നുള്ളത് അറിയാമല്ലോ. ക്ഷാമബത്ത എന്ന് മലയാളത്തിൽ പറയും. അതായത് വിലക്കയറ്റത്തിനനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതും കൊടുത്തിട്ടില്ല. മൂന്നാമതൊരെണ്ണം ഇപ്പൊ തടസ്സപ്പെട്ടു പോയത് നഗര അലവൻസ്. ഗ്രാമത്തിൽ ജീവിക്കുന്നവരുടെ ചെലവല്ലല്ലോ നഗരത്തിലുള്ളത്. അതുകൊണ്ട് നഗരത്തിലുള്ളവർക്ക് ഒരു അഡീഷണൽ അലവൻസ് കൊടുക്കുന്നുണ്ട്. അതും നിന്നുപോയി. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ കൊടുക്കാനുള്ള ഈ ശമ്പളവും അതിനനുബന്ധ ചെലവുകളും ഓരോന്നോരോന്നായിട്ട് വെട്ടിക്കുറച്ച് വരികയാണ്. പിന്നെ കടം മേടിക്കുന്ന പണം കണ്ടമാനം പമ്പ് ചെയ്തിട്ടാണ് KSEB മുതൽ KSRTC വരെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളം ഒരു വലിയ സാമ്പത്തിക ആറ്റം ബോംബിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഏത് നിമിഷം ഇത് താഴെ പോകും എന്നറിയില്ല. എനിക്കൊരു സംശയമുള്ളത്, ഒരു തവണ കൂടി തീർച്ചയായിട്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്നാണ്. കാരണം ഈ കണക്കറിയാവുന്നവന്മാർ UDF-ലുണ്ട്. കണക്കറിയാവുന്ന ഒരു UDF-ലുള്ളതുകൊണ്ട് അവർ മിക്കവാറും അടുത്ത തവണ അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുക്കാനാണ് സാധ്യത. കാരണം ജയിച്ച് UDF എങ്ങനെ അധികാരത്തിൽ വന്നാൽ ഈ കടം മുഴുവൻ അവരുടെ തലയിൽ വരും.
അതുകൊണ്ട് പാർലമെന്റിലോട്ടുള്ള സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ മതി, നിയമസഭ നിങ്ങൾ സ്ഥിരമായിട്ട് ഭരിച്ചു എന്ന് പറഞ്ഞ് പിണറായി വിജയനെ ഒരിക്കൽ കൂടി അധികാരത്തിലേറ്റാൻ സാധ്യതയുണ്ട്. ഇനി പിണറായി വിജയൻ എങ്ങാനും മരിച്ചുപോയാലോ? അത് പ്രായമായി വയ്യാതായല്ലോ. മരിച്ചുപോയാൽ ഇത് ഏറ്റെടുക്കാൻ സഖാക്കന്മാർക്ക് പേടിയായതുകൊണ്ട് മൃതശരീരത്തിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇത് സഖാവിന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഈ അവസ്ഥയെ കൊണ്ട് ആക്കിയല്ലോ. അതുകൊണ്ട് സഖാവ് തന്നെ അങ്ങ് തുടർന്നാൽ മതി, മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലും സാധ്യതയുണ്ട്. എത്ര വലിയ സാമ്പത്തിക അനാസ്ഥയാണ്, അപകടാവസ്ഥയാണ് കേരളത്തിന് വരുത്തിവെച്ചത് എന്ന് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചെറിയ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ പൈരുവിന് ചോദിക്കാം. സാറേ, മറ്റൊന്നാണ് നമുക്ക് ഇതിനൊരു പരിഹാരം എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം. പക്ഷെ ഇവിടെ ഈ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ കേരളത്തിനെ അപേക്ഷിച്ച് മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉൽപാദന മേഖലയിൽ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെയാണ് അത് അവർ മറികടക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ തമിഴ്നാട് 28 എന്ന് സാറ് പറഞ്ഞു, ഇവിടെ 82% എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് ആ വ്യത്യാസം എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവാനുള്ള രീതിയിലും കൂടി എങ്ങനെയായിരിക്കും സാർ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാനാവുക? കാരണം ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഈ കേരളം നശിച്ച് നാരായക്കല്ല് കണ്ടു എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലാവുന്നില്ല, പ്രബുദ്ധ മലയാളിക്ക്. അതിനൊരു ഒറ്റ ഉദാഹരണം ഇന്ന് വന്ന ഒരു വാർത്തയുണ്ട്. ഇപ്പൊ വൈദ്യുതി മേഖലയിൽ മണിയാർ ഡാം എന്ന് പറയുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതി, ആ ജലവൈദ്യുത പദ്ധതി തമിഴ്നാട് ആസ്ഥാനമായിട്ടുള്ള അളഗപ്പ മുരുകപ്പ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് എടുത്തിരുന്നത്. അവരുടെ പാട്ട കാലാവധി 25 വർഷം. അവര് ഈ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കി 25 വർഷം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ജലവൈദ്യുത പദ്ധതിയായിട്ട് മാറും. ഇതായിരുന്നു എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് കാലാവധി തീരുന്ന ദിവസം ഇന്നേ ദിവസമാണ്. സന്ദർഭവശാൽ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഇന്നാണ്. ഈ എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞാൽ ഈ മണിയാർ ജലവൈദ്യുത പദ്ധതി KSEBയുടെ ഭാഗമായി കേരള ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ആ കുത്തക മുതലാളിക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രീമാൻ പിണറായി വിജയൻ വീണ്ടും 25 കൊല്ലം കൂടി നീട്ടിക്കൊടുക്കും ഇന്നത്തെ ദിവസം. അതുകൊണ്ട് കേരളത്തിനുണ്ടാകുന്ന നഷ്ടം എന്താണെന്നറിയാമോ? ഒരു ദിവസം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി 12 കോടി രൂപയുടെ വൈദ്യുതിയാണ്. അപ്പോൾ 12 കോടി രൂപ ഗുണം 365 ദിവസം കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും എത്രായിരം കോടി രൂപയുടെ വൈദ്യുതിയാണ് സർക്കാരിന് കിട്ടേണ്ടിയിരുന്നത്. അത് അതേ ഗ്രൂപ്പിന് 25 വർഷത്തേക്ക് കൂടി എഗ്രിമെന്റ് നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ലാവ്ലിൻ അഴിമതിയുടെ 100 ഇരട്ടി ഭയങ്കര അഴിമതിയാണ് ഇന്ന് ഒപ്പിട്ടിരിക്കുന്നത്. എന്നിട്ട് സഖാക്കന്മാര് പറയുന്നതിന് കുത്തക മുതലാളിമാർക്കെതിരെ, ബൂർഷ്വാ പ്രഭുക്കൾക്കെതിരെ, മുതലാളിത്തത്തിനെതിരെ. അങ്ങനെയാണെങ്കിൽ കാലാവധി കഴിഞ്ഞ ആ മണിയാർ പദ്ധതി ഇന്ന് ഏറ്റെടുത്ത് സർക്കാർ ജനങ്ങൾക്ക് സമർപ്പിക്കണ്ടേ? ചെയ്തിട്ടില്ലല്ലോ. അപ്പോ ഇത്ര വലിയ തട്ടിപ്പ് നടക്കുമ്പോൾ സംസ്ഥാനം ദരിദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വസ്തുത ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്ന് വൈകുന്നേരം കേരളത്തിലെ ചാനൽ മുഴുവൻ വെച്ച് നോക്കി. ഒരൊറ്റ ചാനലിൽ ഈ വാർത്തയില്ല, ഈ ചർച്ചയില്ല. എന്താണ് കാരണം? ചാനലുകാരനൊക്കെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. നീ ഇന്ന് ഈ ചർച്ച നടത്താതിരുന്നാൽ മതി, വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചോളാൻ പറഞ്ഞു. പല ചാനലിലും ഇന്ന് ചർച്ച പോലും ഇല്ല. ഇന്ന് മറ്റേ ബസ് അപകടം വെച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. കുറെ ചാനലുകളിൽ ചർച്ചയുണ്ട്, അത് കേരളവുമായിട്ട് പൊലിബന്ധമില്ലാത്ത കാര്യങ്ങളുടെ ചർച്ചയാണ്. സത്യത്തിൽ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉദാഹരണ സഹിതം എത്ര വേണമെങ്കിലും നമുക്ക് പറയാനുണ്ട്. ഇന്നത്തെ ദിവസം സംഭവിച്ച ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. സാറ് പറഞ്ഞു ഇപ്പൊ ഒരു സാമ്പത്തിക ആറ്റം ബോംബ് തന്നെ നമ്മുടെ തലയിൽ തൂങ്ങി നിൽക്കുന്നുണ്ടെന്നും. ഈ ആറ്റം ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സാർ ഈ നാടിന്റെ അവസ്ഥ? ഇപ്പോൾ നമ്മളത് ഏകദേശം കാണുന്നുണ്ട്. അതായത് ഈ സാമ്പത്തിക ആറ്റം ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം തടയും. ഇപ്പോ ഇന്ന് വന്ന വേറൊരു രണ്ടാമത്തെ വാർത്ത അതിനേക്കാൾ രസകരമാണ്. പണിമുടക്ക് വരാൻ പോവാണ് അടുത്ത ദിവസം. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും പണിമുടക്കുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ വലിപ്പം മനസ്സിലാവില്ല. 5,44,000 പേരാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പെൻഷൻ പറ്റുന്ന, അല്ല ശമ്പളം പറ്റുന്നവർ. പെൻഷൻ പറ്റുന്നവർ വേറെ, ശമ്പളം മാത്രം പറ്റുന്നവർ 5,44,000 പേരാണ്.
ഈ 5,44,000 പേര് പണിമുടക്കുന്നത് എന്തിനാണ്? സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ ശമ്പളം കുറയ്ക്കണം എന്ന് പറയാനൊന്നും അല്ലല്ലോ. അപ്പോ അവർ ശമ്പളം കൂട്ടാൻ വേണ്ടി തന്നെയാണ്. ശമ്പളം കൂട്ടണം, DA കൂട്ടണം, കുടിശ്ശിക തരണം, ഇങ്ങനെ പലവിധ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കാൻ കാരണങ്ങളുണ്ട്. എന്നിട്ട് അവർ ഈ സമരം നടത്തുന്നതോടുകൂടി വീണ്ടും ഇത് വർദ്ധിപ്പിക്കേണ്ടി വരും. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാ. അതുകൊണ്ട് അവരൊരു 2-3 മാസം സമരം നടത്തും. അവസാനം പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുമ്പായിട്ട് ഭീമമായ തോതിൽ ഇത് വീണ്ടും വർദ്ധിപ്പിക്കും. പണമില്ലാതെ വന്നാൽ എന്ത് പറയും? കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയും, ഞങ്ങൾ തയ്യാറായിരുന്നു, ഞങ്ങൾ കൂട്ടിയതാണ്, പക്ഷെ ഇത് എന്ത് ചെയ്യാം, കേന്ദ്രം നമുക്ക് തരാനുള്ളത് തരുന്നില്ല, നമ്മളെന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നൊക്കെ വൈകാരികമായിട്ട് 4 ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ മലയാളി ഓർക്കും ശരിയാണല്ലോ എന്ന്. എന്നിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു കിറ്റും കൂടെ കൊടുത്താൽ ഈ കിറ്റ് മേടിച്ചിട്ട് ഇവര് പോയി കുത്തിക്കോളും. ഇതാണ് വരാൻ പോകുന്നത്. പക്ഷെ സത്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ KSRTCയിൽ ശമ്പളമില്ലാത്ത ആൾക്കാർ ആത്മഹത്യ ചെയ്ത പോലെ KSEBയിൽ ശമ്പളമില്ലാതെ KSEB ഉദ്യോഗസ്ഥന്മാര് ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക വിഭാഗം 2.5 ലക്ഷം വരുന്ന ആൾക്കാർ സ്കൂളിലും കോളേജുമായിട്ട്, സ്വകാര്യ സ്കൂളിലും കോളേജിലുമായിട്ട് സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്നുണ്ട്. ഈ 2.5 ലക്ഷം പേരുടെ ശമ്പളം മുടങ്ങാൻ പോവാണ്. കേട്ടാൽ വിശ്വസിക്കില്ല, പക്ഷെ മുടങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ മുടങ്ങി കഴിയുമ്പോഴാണ് ഇവിടെ ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ചൊൽപ്പടിക്ക് നിർത്തി അവർ ചോദിക്കുമ്പോഴെല്ലാം പണം കൊടുത്ത്, ശമ്പള വർധനവ് കൊടുത്ത്, DA കുടിശ്ശിക, മറ്റത് മറിച്ചത് എന്നെല്ലാം പറഞ്ഞ് ആനുകൂല്യം വാരിക്കോരി കൊടുത്ത് അവരെ വോട്ട് ബാങ്കാക്കി. ആ വോട്ട് ബാങ്ക് ഉപയോഗിച്ച് സമൂഹത്തെ സ്വാധീനിച്ചിട്ടാണ് LDFും UDFും ഇവിടെ അധികാരത്തിൽ വരുന്നത്. 2 മുന്നണി നടത്തിക്കൊണ്ടിരുന്ന പരിപാടിയായത്. ഇതിന്റെയൊക്കെ ഓരോരോ കണക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു പോകും. ഒരു ഉദാഹരണം മാത്രം പറയാം. അപ്പം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് 2 വർഷമാണ് കാലാവധി. 2 വർഷം ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു, എന്നിട്ട് പാർട്ടിയുടെ പണി ചെയ്യുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില മന്ത്രിമാരുടെയും മന്ത്രിക്ക് തുല്യ പദവിയുള്ള ചില ആൾക്കാരുടെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫിൽ 40 പേര് 50 പേര് കണക്ക് എഴുതി റോൾ ഉണ്ടാക്കി പേറോളിൽ നിന്ന് ശമ്പളം മേടിച്ചിട്ട് ഇവൻ പണിയെടുക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ, മന്ത്രിയുടെ വീട്ടിൽ, അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളിലാണ്. അതിന്റെ ഒന്നും കണക്ക് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവര് 2 കൊല്ലം കഴിയുമ്പോൾ പെൻഷൻ പറ്റിയിരിക്കട്ടെ, അവന് ജീവിതകാലം മുഴുവൻ പെൻഷനാണ്, അവന് ഭാര്യയ്ക്ക് പെൻഷനാണ് മരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ മേടിക്കുക. നേരെ മറിച്ച് വേറൊരു സംസ്ഥാനത്തും ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇവര് ശമ്പളം പോലും മേടിക്കുന്നില്ല. പിന്നെന്താണ്? അലവൻസ് ആണ്. അലവൻസ് പറ്റി 2-3 അല്ലെങ്കിൽ 5 കൊല്ലം മന്ത്രിയോടൊപ്പം വർക്ക് ചെയ്യുന്നു, ആ കാലാവധി കഴിയുന്നു, അവിടെ തീരുന്നു, പിന്നെ പെൻഷൻ ഇല്ല, കാരണം ശമ്പളം അല്ല. പക്ഷെ കേരളത്തിൽ ഇത് ശമ്പളമാണ്. അപ്പൊ ശമ്പളമായതുകൊണ്ട് പെൻഷൻ അർഹതയുണ്ട്. ശമ്പളം 2 കൊല്ലം മേടിച്ചാലും മതി, ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടും. ഈ തരത്തിലുള്ള തീവട്ടിക്കൊള്ളയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ എല്ലാ അംശം കിട്ടുന്നവര് ഇതിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തുകയാണ്. കാര്യങ്ങൾ അവർക്കും അറിയാം, ഇത് തകരാൻ പോവാണെന്ന് അറിയാം. തകരാൻ പോകുന്നതിന് മുമ്പ് കത്തുന്ന പുരയുടെ കഴുക്കോൽ ഊരുക എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പുരക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് പോലെ പറ്റുന്നത്ര ഊറ്റിയെടുത്ത് കൊണ്ടുപോയി തടിച്ചു കൊഴുക്കാനാണ് ഈ വിഭാഗങ്ങളെല്ലാം ശ്രമിക്കുന്നത്. അതായത് ട്രേഡ് യൂണിയൻ മാഫിയ സർക്കാരിനെ വരച്ച വരയിൽ നിർത്തി ആ സർക്കാരിനെ കൊണ്ട് ഇത് മുഴുവൻ ഖജനാവ് കൊള്ളയടിച്ച് കടത്തിക്കൊണ്ടുപോവുകയാണ്. അതിന്റെ കണക്കാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത്. ഇത് കേരളത്തിലെ മലയാളി സത്യസന്ധമായി മനസ്സിലാക്കിയാൽ മാത്രമേ കേരളത്തിന് നിലനിൽപ്പുള്ളൂ, മലയാളിക്ക് നിലനിൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിൽ നിന്ന് ഏരിയ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും പെരുമ്പാവൂരൊക്കെ വന്ന് പൊറോട്ട അടിക്കുന്നത് പോലെ മലയാളി അധികം സമയമൊന്നും വേണ്ട, അടുത്ത ഒരു 5 വർഷത്തിനകം കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവന്റെ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്ന കാലം വരാൻ പോവുകയാണ്. ഇതാണ് കേരളത്തെ കാത്തിരിക്കുന്ന വിധി. സാർ, എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് കേന്ദ്ര നയത്തിനെതിരെ മനുഷ്യച്ചങ്ങലയൊക്കെ കഴിഞ്ഞ നാളും നമ്മൾ കണ്ടതാണ്. മനുഷ്യച്ചങ്ങല അടക്കമുള്ള കേന്ദ്ര വിരുദ്ധ അതിനെതിരെയൊക്കെ സമരം ചെയ്യുന്ന പരിപാടികൾ. ഈ കേന്ദ്രം തരണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സാർ ഇവർക്ക് കൊടുക്കാത്തത്? ഇനി വല്ലതും കൊടുക്കാനുണ്ടോ, അതോ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് സാർ? അതായത് കേന്ദ്രം നമുക്ക് തരാനുള്ളതിന്റെ കണക്കും കഴിഞ്ഞ് അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞു. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
കേരള സംസ്ഥാന സർക്കാർ മേടിക്കാവുന്ന എല്ലാ കടവും മേടിച്ചു, കടത്തിന്റെ മുകളിൽ കടം മേടിക്കാവുന്ന മേടിച്ചു, കടത്തിന്റെ പലിശ കൊടുക്കാനും കൂടെ കടം മേടിച്ചു. ഇനിയിപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പിച്ചക്കഞ്ഞി എന്ന് ഞാൻ പണ്ടൊരിക്കൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതേ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുകയുള്ളൂ. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ഭാഗമാണ് 1% ഭൂവിസ്തൃതിയും 2.5% ജനസംഖ്യയുമുള്ള കേരളം. അതുകൊണ്ട് ഈ മഹാഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നോക്കുമ്പോൾ 1% വരുന്ന കേരളത്തിലെ 2.5% വരുന്ന ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തേക്കാം. കൊടുക്കുന്തോറും ഇവൻ കേന്ദ്രത്തെ ചീത്ത പറയുകയാണ്. എങ്കിൽ പോലും അത് ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഔദാര്യം കൊണ്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്രാന്റുകളിന്മേലാണ് കേരളം പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. കേന്ദ്രം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പരിധിയെല്ലാം കഴിഞ്ഞു, കിഫ്ബിയുടെ പേരിൽ നിങ്ങൾ കള്ളക്കണക്കുണ്ടാക്കി, മറ്റു പല പേരിലും കള്ളക്കണക്കുണ്ടാക്കി, ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അധികം മുന്നോട്ട് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്രം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് കേന്ദ്രവിരുദ്ധ സമരം കേന്ദ്രം ഞെരുക്കുന്നു, തകർക്കുന്നു എന്നെല്ലാം പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതേ കണക്കുകൾ കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ നിരത്തിയപ്പോൾ കേരള ഹൈക്കോടതി കേരള ഗവൺമെന്റിനോട് ചോദിച്ചു, കണക്ക് എവിടെ, അക്കൗണ്ട്സ് എവിടെ, വരവ് ചെലവ് കണക്കെടവേ, ഒന്നുമില്ല. 3 മാസത്തെ സമയം കൂടി വേണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുകയാണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്നാണ് കോടതി ഉദ്ദേശിച്ചത്. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ സാർ സാർ പറഞ്ഞതോട് കൂട്ടിച്ചേർക്കാം. അപ്പൊ വയനാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ തന്നെ 630 ചില്ലാനും കോടികൾ കിട്ടി എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന് 1 കോടി രൂപ വെച്ച് കൊടുത്താൽ പോലും മിച്ചം വരുമെന്നിരിക്കാം. അതുപോലും കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെക്കുന്ന, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കുന്ന പിണറായി വിജയന്റെ ചിത്രം അത് കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നിട്ടും പ്രബുദ്ധ മലയാളിക്ക് ഇത് മനസ്സിലായിട്ടില്ല. സർ, ഇതിനൊരു പരിഹാരം, ഇപ്പൊ നമ്മളെ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ, ദാസ വിജയ എന്ന് പറയുന്ന പോലെ. ഇതിനെന്താണ് സർ ഒരു പരിഹാരം നിർദ്ദേശിക്കാനാവുക? ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. ഈ വിഷയം ഞങ്ങളെ പോലുള്ളവർ കേന്ദ്ര നേതാക്കന്മാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതേ അവസ്ഥ കേരളത്തിന്, ഇതേ അവസ്ഥ പണ്ട് മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥ ബീഹാറിലുണ്ടായിരുന്നു, UP-യിലുണ്ടായിരുന്നു, രാജസ്ഥാനിലുണ്ടായിരുന്നു, മധ്യപ്രദേശിലുണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? അവർ സർക്കാരിനെ മാറ്റി BJP അധികാരത്തിൽ വന്നപ്പോൾ അവിടെയൊക്കെ തൊഴിലുണ്ടായി, അവിടെയൊക്കെ വരുമാനം ഉണ്ടായി, ജനങ്ങൾ സമൃദ്ധിയായി. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് BJP നേതൃത്വത്തിന് പറയാനുള്ളതും കേന്ദ്ര ഗവൺമെന്റിന് പറയാനുള്ളതും ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയമായ മാറ്റം നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കും. അങ്ങനെ സാധിച്ചാൽ കേരളം രക്ഷപ്പെടും. അതല്ലാതെ ഈ LDF-നെയും UDF-നെയും വെച്ചുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താനും മലയാളിയെ രക്ഷപ്പെടുത്താനും സാധ്യമല്ല. ആത്യന്തികമായ ഒരു ഭരണമാറ്റം കൊണ്ടുവരികയും നമ്മളെക്കാൾ പട്ടിണി സംസ്ഥാനങ്ങളെന്ന് പേരെടുത്ത പല സംസ്ഥാനങ്ങളും ഇന്ന് സമൃദ്ധിയിലേക്ക് വന്നുവെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിനെയും പ്രാദേശിക പാർട്ടികളെയും ഒഴിവാക്കിക്കൊണ്ട് BJP അധികാരത്തിൽ എത്തിച്ചപ്പോഴാണ്. അതുകൊണ്ട് കേരളത്തിലും ഒരൊറ്റ പോംവഴി, ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, BJP-യെ അധികാരത്തിലേറ്റുക, കേരളത്തെ രക്ഷിക്കുക. ഇത് കേരളമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം, അതല്ലെങ്കിൽ കുട്ടിന് പേരിടുന്ന പോലെ പറയുന്ന ഈ ആളുകൾക്ക് ഇപ്പൊ BJP ഭരണത്തിൽ കൊണ്ടുവന്നില്ല എന്ന് കരുതുക സാർ. അപ്പോൾ ഒരു പക്ഷെ മറ്റ് അവസാന മാർഗം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രപതി ഭരണമല്ലാതെ മറ്റെന്തെങ്കിലും വരുമോ സാർ ഇവിടെ? കേരളത്തിലെ ജനങ്ങളിൽ പൊതുവെ പറഞ്ഞു തുടങ്ങി BJP അധികാരത്തിൽ വരുന്നില്ല എങ്കിൽ രാഷ്ട്രപതി ഭരണമെങ്കിലും വരണം, എങ്കിലേ മര്യാദ പഠിക്കൂ എന്ന്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി ഭരണം വരാനുള്ള സാധ്യത കുറവാണ്. അതിന്റെ കാരണം BJP-യുടെ പ്രഖ്യാപിതമായ നയമാണ് സംസ്ഥാനങ്ങളെ പിരിച്ചുവിടുകയില്ല, രാഷ്ട്രപതി ഭരണം നടത്തുകയില്ല. കാരണം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ കേന്ദ്രത്തിന്റെ അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിട്ടാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് ആരാണോ ഈ നശിച്ച ഈ അടിസ്ഥാനമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ ഇവിടെ ഭരണകൂടത്തെ തെരഞ്ഞെടുത്തത് അവരെ അനുഭവിക്കട്ടെ എന്നാണ്. മലയാളിയാണല്ലോ ഈ മഹാപാതകം ചെയ്തത്. അതുകൊണ്ട് മലയാളി തന്നെ അനുഭവിക്കട്ടെ. അനുഭവിച്ച് മടുത്ത് പട്ടിണി കിടന്ന് പണ്ടാരടങ്ങി കഴിയുമ്പോൾ തന്നെ കുത്താറാവും BJP-ക്ക്. അന്ന് രക്ഷപ്പെട്ടാൽ മതി. ഈ ഒരു നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്.
എന്തായാലും അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇവരെ പൊക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള വിവരം കൂടി ഇപ്പൊ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. കാരണം ഒരു നാൾ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഭരിച്ച് അവിടെ കട്ടുമുടിച്ചായിട്ടാലും പല രീതിയിൽ ജനങ്ങളെ ദ്രോഹിച്ച് ഭരിച്ച് അവിടങ്ങളിലുള്ള ആളുകൾ ഇന്ന് ഇവിടെ പൊറാട്ട അടിക്കാൻ വരുന്നുണ്ടെങ്കിലും ഇനി ഇവിടെയുള്ള സഖാക്കന്മാർ അവിടെ പോയി പൊറാട്ട അടിക്കാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ സ്വയം വിളിക്കുന്ന പ്രബുദ്ധ മലയാളിയും ഇനിയെങ്കിലും അല്പമെങ്കിലും കണ്ണു തുറക്കാനുള്ള വിവരങ്ങളാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ നിങ്ങളിലേക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്പമെങ്കിലും തുറക്കാനുള്ള ഇടവരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സെഷൻ കൃത്യമായിട്ട് ജയസൂര്യൻ സാർ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പറഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ പെർമിഷനോടുകൂടി നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ തൽക്കാലം ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.